ആധാരേ പ്രഥമേ സഹസ്രകിരണം താരാദിപം സ്വാശ്രേ മാഹേയം മണിപൂരകെ. നാളും പേരും കമന്റ് ബോക്സിലൊക്കെ ഇട്ട് വരാൻ മറക്കരുത്. ഇട്ട് വന്നാൽ ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മൾ ഇന്നിവിടെ ചിന്തനം ചെയ്യുന്നത് ജൂൺ മാസം 14 മുതൽ ജൂൺ മാസം 21-ാം തീയതി വരെയുള്ള നക്ഷത്രഫലമാണ് നമ്മളിവിടെ പറയുന്നത്. രേവതി മുതൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളാണ്. അതിലാദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ ഇവർക്ക് ആശങ്ക വർദ്ധിക്കും. പ്രവർത്തന മേഖലയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്താൻ ഇവർ ശ്രമിക്കും. ഭരണി ശ്രമകരമായ ലക്ഷ്യപ്രാപ്തിക്ക് പ്രവർത്തനങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി നേടാൻ ഇടയാവും. പറയുന്ന കാര്യങ്ങളിൽ അബദ്ധം ഉണ്ടാകാതെ സൂക്ഷിക്കാൻ മറക്കരുത്. കാർത്തിക അശ്രദ്ധ കൊണ്ട് പണനഷ്ടത്തിനും വീഴ്ചയ്ക്കും സാധ്യതയുണ്ട്. മൂത്രാശയ രോഗപീഠങ്ങൾ വർദ്ധിക്കും. സന്താനങ്ങളുടെ ശ്രേയസിൽ ആത്മാഭിമാനം തോന്നും. രോഹിണി ഉദ്യോഗത്തിൽ പ്രതീക്ഷിച്ച അനുഭവമില്ലാത്തതിനാൽ ഉപരിപഠനത്തിൽ ചേരാൻ തീരുമാനിക്കും. അർപ്പണ മനോഭാവത്തോടുകൂടിയ പ്രവൃത്തികൾ ലക്ഷ്യപ്രാപ്തി നേടും. മകയിരം ചികിത്സകൾ ഫലിക്കും. അമിതമായ ആത്മവിശ്വാസം പാടില്ല. പണം കൊടുക്കരുത്. വ്യവസ്ഥകളിൽ നിന്നും വ്യതിചലിക്കാൻ ഇടയാകരുത്. തിരുവാതിര പ്രശസ്തിയും കീർത്തിയും വർദ്ധിക്കുമെങ്കിലും അഹംഭാവം അരുത്. സമാന ചിന്താഗതിയുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുവാൻ അവസരം ലഭിക്കും. പുണർവം ആർജിച്ച വിജ്ഞാപനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ കൃതാർത്ഥനാകും. വിദേശത്ത് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കും. ആയില്യം വാഹനം മാറ്റി വാങ്ങുവാൻ ഇടവരും. പിതാവിന് ഉയർച്ച ഉണ്ടാകും. വിദേശയാത്ര സഫലമാവും. മകം അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ലക്ഷ്യപ്രാപ്തി കൈവരിക്കും. പൂരം വിദ്യാർത്ഥികൾക്ക് ഏറെക്കുറെ തൃപ്തിയായ വിജയമുണ്ടാവും. ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്നിന് ശ്രമിക്കുന്നത് നല്ലതല്ല. ഉത്രം ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവ് സർവ ആദരങ്ങൾക്കും കാരണമാകും. സൽക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഇടവരും.
പ്രത്യേക സാഹചര്യങ്ങളാൽ ഗ്രഹത്തിൽ നിന്നും മാറി താമസിക്കേണ്ടി വരും. അസമയങ്ങളിലുള്ള യാത്ര പരമാവധി ഒഴിവാക്കണം. ചിത്തിര ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും. നിർബന്ധ നിയന്ത്രണത്താൽ സാമ്പത്തികം പ്രതിസന്ധി തരണം ചെയ്യും. വാക്കും പ്രവൃത്തിയും സഫലമാകും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. ചോതി സഹായ മനസ്ഥിതി നല്ലതാണെങ്കിലും വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കാൻ മറക്കരുത്. വിഭാവന ചെയ്ത പ്രവൃത്തികൾ പ്രാവർത്തികമാക്കാൻ വിദഗ്ധ ഉപദേശം തേടും. വിശാഖം ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗ മാറ്റമുണ്ടാകും. അനിഴം ഔദ്യോഗികമായി സമ്മർദ്ദവും യാത്രാക്ലേശവും വർദ്ധിക്കും. പിതാവിന് അസുഖം വർദ്ധിക്കാൻ ഇടവരും. ആത്മവിശ്വാസം വർദ്ധിക്കും. തൃക്കേട്ട അപ്രതീക്ഷിതമായി വിദേശ ഉദ്യോഗം നഷ്ടപ്പെടും. വാഹനം ഉപയോഗത്തിൽ വളരെ സൂക്ഷിക്കണം. നീർദോഷ രോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും. മൂലം നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലത് വിട്ടുപോകും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. സത്യാവസ്ഥ ബോധിപ്പിച്ചാലും ഉള്ളവർക്ക് യഥാർത്ഥമായി തോന്നുകയില്ല. പൂരാടം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങുവാൻ നിർബന്ധിതനാകും. ഉത്രാടം തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദം വർദ്ധിക്കും. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും. തിരുവോണം നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറി മാതാപിതാക്കൾ നിശ്ചയിച്ച വിവാഹത്തിന് സമ്മതിക്കേണ്ടി വരും. പൂർവ്വ സ്വത്ത് ലഭിക്കുവാൻ നിയമസഹായം വേണ്ടിവരും. അവിട്ടം കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പരാജയമുണ്ടാകും. ഉദ്യോഗത്തോടനുബന്ധമായി വ്യാപാര മേഖലയ്ക്ക് തുടക്കം കുറിക്കാനിടയാവും. ചതയം റോഡ് വികസനത്തെ ഭീമി വിട്ടുകൊടുക്കുവാൻ നിർബന്ധിതനാകും. ഗ്രഹനിർമ്മാണ പ്രക്രിയയിൽ ഏറെക്കുറെ പൂർത്തിയാക്കും. പൂരുരുട്ടാതി ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ കൂടുതൽ സൗകര്യമുള്ള ഗ്രഹത്തിന്റെ ഉടമയായിത്തീരും. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് സാരഥ്യം വഹിക്കാൻ ഇടവരും. ഉത്രട്ടാതി ഉദ്യോഗത്തോടനുബന്ധമായി വിദേശയാത്ര പോകാൻ ഇടയാകും. ചുമതലകൾ കൂടുതലുള്ള വിഭാഗങ്ങളിലേക്ക് ജോലി പ്രമോഷൻ ലഭിക്കും. രേവതി സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറും. അർഹമായ പൂർവിക സ്വത്ത് രേഖാമൂലം ലഭിക്കുവാൻ ഇടയാകും. ഇതോടുകൂടി ഈ ആഴ്ചത്തെ ആഴ്ചഫലം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾ
എൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്. ഞാൻ ചങ്ങനാശ്ശേരിക്ക് ഞാൻ ഇവിടെ താമസിക്കുന്നത്. ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങളും, വിവാഹമോ മുഹൂർത്തമോ പൊരുത്തമോ മറ്റ് കുടുംബ വിഷയങ്ങളോ പ്രശ്നങ്ങളോ വിദ്യാഭ്യാസമോ മംഗല്യ തടസ്സമോ ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും ഒന്നുകിൽ നേരിൽ വരികയോ താഴെ പറയുന്ന ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഫോൺ നമ്പർ 99 47 54 21 79.